മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. സംരക്ഷണ ഭിത്തി തകർന്നതോടെ പാലം അപകടാവസ്ഥയിൽ. കരുവാരകുണ്ട് പാന്ത്ര ചെമ്പൻകാട് പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. 30-ലധികം കുടുംബങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആശ്രയിക്കുന്ന പാലമാണ് ഇത്. 2015 കല്ലമ്പുഴയ്ക്ക് കുറുകെ ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും കടന്നുപോകാവുന്ന വിധം പാലം നിർമ്മിക്കുന്നത്. മുൻപ് ചെമ്പൻകാട് ഉന്നതിയിൽ എത്തണമെങ്കിൽ സ്വകാര്യ എസ്റ്റേറ്റ് വക വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. അതിലൂടെ വാഹനഗതാഗതം തീർത്തും ദുഷ്കരവുമായിരുന്നു. തുടർന്ന് AP അനിൽകുമാർ MLA അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് പാലം നിർമ്മിച്ചത്. 2018 പ്രളയത്തിൽ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ഇതിലൂടെയുള്ള കാൽനടയാത്ര പോലും മുടങ്ങിയിരുന്നു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് ഗതാഗത യോഗ്യമാക്കിയത്. കരുവാരകുണ്ട് മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഈ സംരക്ഷണ ഭിത്തിയും തകർന്നിരിക്കുകയാണ്. ഇതോടെ പാലം വീണ്ടും അപകടാവസ്ഥയിലായി. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. ഭാഗ്യമാണ്. പിന്നെ ഒരു എസ്റ്റേറ്റ് റോഡാണ് ഇപ്പോൾ ആശ്രയിച്ചിരുന്നത്. ആ റോഡ് അത്ര സുഖകരമല്ലാത്ത റോഡാണ്. അത് മാത്രമല്ല, അത് അവിടെ ചുറ്റി പറഞ്ഞ് ഇങ്ങോട്ട് ഈ എത്താൻ വളരെ പ്രയാസമാണ്. അങ്ങനെയാണ് ഈ നാട്ടുകാരും നിവാസികളും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ MLA ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതാണ് ഈ പാലം. അതെല്ലാവർക്കും ഇവിടുത്തെ ആളുകൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അവസ്ഥ പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മഴ പെയ്ത് പട്ടിണിയും പിന്നെ പരിവട്ടൊക്കെ ആയിട്ടാണ് അവരെന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഈ പാലം വരുന്നതിന് മുന്നേ ഈ പുഴക്ക് കവുങ്ങ് പാലം ഈ പുഴ 3ആയിട്ടാണ് തിരിഞ്ഞിരുന്നു. ഈ 3 പുഴക്കും കവുങ്ങ് പാലം ഇട്ടിട്ടാണ് അതിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അമ്മമാരുൾപ്പെടെ പിന്നെ ഈ തൊട്ട കടയിലേക്ക് വന്നിരും പാന്ത്രാമുക്കട്ടയിലേക്ക് സാധനം വാങ്ങാനും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാനൊക്കെ ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഈ 3 കവുങ്ങ് പാലത്തും കൂടിയാണ് കടന്നു വന്നിരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു പാലം കിട്ടിയത് ഈ നിവാസികളെ സംബന്ധിച്ചും പാന്ത്രാമുക്കട്ട നിവാസികളെ സംബന്ധിച്ചും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഇതിന് അടിയന്തരമായിട്ട് കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്ന നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനിയൊരു മലവെള്ളപ്പാച്ചിലുണ്ടായാൽ പാലം തകരുമോ എന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരായ യൂസഫ് പാന്ത്ര, K ഷഫീഖ്, TP കണ്ണൻ, K ഫിറോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.